നമസ്കാരം, വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഗാട്ടിയ ആണ്. പക്കാവട പോലെ അത്രയും സ്പൈസി അല്ലാതെ ഒരു ഐറ്റമാണ് ഗാട്ടിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഐറ്റംസ് വളരെ കുറച്ചാണ്. അതായത് ആദ്യം നമുക്ക് വേണ്ട കടലമാവ്. ഞാൻ രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ എണ്ണയും വെള്ളവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് സാധാ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ച് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. സാധാരണ പക്കാവടയ്ക്ക് നമ്മൾ കുഴയ്ക്കുന്നതിനേക്കാളും ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലും മാത്രമേ ഗാട്ടി അത്രയ്ക്ക് കട്ടിയുള്ള ഒരു സംഭവമല്ല. കുറച്ചൊന്നിങ്ങനെ ലൂസായിട്ടൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എൻ്റെ ബാറ്റർ കലക്കിയെടുക്കാനായിട്ട്. കലക്കണ്ട എന്നാൽ കുഴച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ആ നല്ല കട്ടി കുറഞ്ഞ് ഗാട്ടി എന്ന് പറയുമ്പം ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമല്ലേ, അപ്പോൾ അതുപോലെ കിട്ടത്തുള്ളൂ. മറ്റേ കട്ടിക്ക് നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായി പോകും. അത്രയും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് സേവനാഴിയിൽ ഇതിൻ്റെ പക്കാവടയുടെ അച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ സേവനാഴിയും കൂടി നമുക്ക് എണ്ണയൊക്കെ തടവി ഒന്ന് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കോരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാനിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഗാട്ടിയ വറുക്കുമ്പോഴത്തേക്ക് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം നമ്മൾക്ക് സേവനാഴിയിൽ ഇത് നിറച്ചതിന് ശേഷം എണ്ണ ചൂടാകാനായിട്ട് വയ്ക്കാം. അപ്പോൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചെടുക്കാം. അപ്പോൾ അതേ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് നെകയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നു എന്ന് നോക്കിയതായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, കറക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ലേ നമ്മൾ ബാറ്റർ കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വീണോളും. എന്നിട്ട് നമ്മളിത് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണയിൽ ഇങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരിടത്ത് തന്നെ എല്ലാം കൂടി വീണിട്ട് കട്ടിയായി പോകും. അങ്ങനെ വരരുത്. ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എണ്ണയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ ഇതിൻ്റെ തീ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗാട്ടി എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് യെല്ലോ കളറിലല്ലേ ഇരിക്കുന്നത്, ഇളം മഞ്ഞ കളറിൽ. അത് കറുത്തു പോവും, ബ്രൗൺ കളറായി പോകും. ബ്രൗൺ കളറായി അതിൻ്റെ ഭംഗി പോയി. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിം, ആ ചൂടിൽ മാത്രമേ ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാവൂ. അപ്പോൾ വളരെ എളുപ്പം. നമ്മളിതിന് മുന്നേ നമ്മൾ ഓമപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഗാട്ടിയ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എൻ്റെ ചീനച്ചട്ടി ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് മാവ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളൂ. കുറച്ചുകൂടി വിസ്താരമുള്ള ഒരു പാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ചെറിയ തീയിലിട്ട് നമുക്കിതുപോലെ എല്ലാം വറുത്ത് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട്, ഭയങ്കര ടേസ്റ്റാണ്. പക്കാവടയേക്കാളും എനിക്ക് തോന്നുന്നു ഭയങ്കര ടേസ്റ്റാണ് ഈ ഗാട്ടിയ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് എ ലോട്ട് ഫോർ